കണ്ണെന്ന് വെള്ളം വരും. ഇപ്പൊ ഇവളാണ് ദിഗംബരനായിട്ടിരിക്കുന്നത്, അടുത്തത് ദിഗംബരനാവാൻ പോകുന്നത് ഞാനാണ്. എനിക്ക് വേദനയെക്കാളും കുറച്ച് പേടിയാ കൂടുതൽ. എനിക്ക് നമ്പിങ് ക്രീം വേണം. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് അൽമേഗ മെഡിക്കൽ സെന്ററിലാണ്. പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കുകയായിരിക്കും. ഞങ്ങൾക്ക് ലിപ്പിന്റെ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്യാം, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട്. ഇപ്പൊ ഡോക്ടർ നമ്മളോട് ലേസർ ട്രീറ്റ്മെന്റ് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊട്ട ലിപ്സ്റ്റിക്ക് ഇട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് കളയണമെന്ന് അറിയാം, ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഒരു കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നമ്മൾ ലിപ്പൊക്കെ ആകെ പോയി. ഇപ്പൊ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ചുകൊണ്ട് കുറച്ച് പ്ലംബായിട്ട് ഇരിക്കുകയാണ്. ഐസൊക്കെ വെക്കാൻ പറഞ്ഞത് ടെമ്പററി ആണ്, എപ്പോഴും ഇങ്ങനെ ഇരിക്കൂല. അപ്പോൾ ഒരു പ്രിക്കിങ് കൈൻഡ് ഓഫ് ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ നമ്മിങ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓക്കെ ഫോർ മീ. കുറച്ച് കണ്ണീരൊക്കെ വന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇറ്റ്സ് നൈസ്. ഇനിയിപ്പോൾ ഇവളുടെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് ഞാനാണ്. പേടി ഞാൻ പണ്ടേ ധൈര്യശാലി ആയതുകൊണ്ട് ഓക്കെ, ഇവിടെ ഒരാൾക്ക് പേടിയൊന്നും ഇല്ലാന്ന് വെച്ച് ധൈര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൈയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ആളെ കിടത്തേക്കാണ്, നമ്മിങ് ക്രീം ഒക്കെ ഇട്ട് കിടത്തേക്കാണ്. നമ്മിങ് ക്രീം ഇട്ടുകൊണ്ട് തന്നെ വലിയൊരു സീനൊന്നും ഇല്ല, കരയുന്നൊന്നുമില്ല, കണ്ണീര് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ആളവസ്ഥ എന്താണ്. അപ്പോൾ നമ്മുടെ ലിപ്പ് പിഗ്മെന്റേഷന്റെ ഫസ്റ്റ് സെഷൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെ ലിപ്പ് അതാണ് ഇങ്ങനെ ഇരിക്കണം. വിസിബിൾ ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് ലിപ്പ് ഒന്ന് ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. അത് ടെമ്പററി ആണ്, അതൊക്കെ ഓക്കെ ആവും. ഒതുങ്ങെടുത്ത് ഇപ്പൊ ഞങ്ങൾ ലിപ് ബാമും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയേക്കാണ്. ആൻഡ് വി ആർ റിയലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് സെഷൻ. എങ്ങനെ ആയിത്തീരും എന്ന് നമുക്ക് അറിയണമല്ലോ. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ പരിപാടിക്കൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം how it's going to turn out. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് സെഷന് കാണാം.